നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ ഗ്രാമത്തിൽ നടന്ന സംഭവം. വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം. എന്നാൽ അടുത്ത് തന്നെ എറണാകുളം നഗരം, 3 ഭാഗത്ത് പുഴ, ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവരും തമ്മിലറിയുന്ന ആൾക്കാർ, സ്കൂളിലൊപ്പം പഠിച്ചവർ, പള്ളിയിൽ കാണുന്നവർ, അവിടെ തന്നെ അമ്പലം, മോസ്ക് ഒക്കെ അടുത്തടുത്താണ്. എല്ലാവരും വളരെ സൗഹാർദ്ദം, തമ്മിൽ പേര് വിളിക്കാൻ മാത്രമുള്ള സൗഹൃദങ്ങൾ. രാത്രിയായി കഴിഞ്ഞാൽ പ്ലാൻ മാറും. ഇപ്പോഴൊന്നുമല്ല കേട്ടാ, ഒരു 45 50 കൊല്ലത്തിനടുത്ത് ബാക്കിലാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു വലിയ ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളുണ്ട്. അയാൾക്ക് 2 ആൺമക്കൾ, 2 പെൺമക്കൾ, പിന്നെ ഭാര്യ, വലിയൊരു വീട്, ചുറ്റും മതിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചായ ഷോപ്പുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ. അതൊരു 10-11 മണിക്ക് അടക്കും. പക്ഷേ എപ്പോൾ പോയി മുട്ടിയാലും തുറന്ന് സാധനം എടുത്തു തരും. ഇനിയിപ്പോൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എടുക്കുകയൊന്നുമില്ല. ഇപ്പം രാത്രി 12 മണി ഷിഫ്റ്റ് കഴിഞ്ഞ് കമ്പനി ജോലിക്കാർ വരണ ചിലരും അവിടെ കയറി അടിക്കും, പതിവുകാർ. അപ്പോൾ ഞാനവിടെ ഇപ്പോൾ ഒരു ദിവസം പോയി അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്പം അങ്ങനെ നടക്കാറൊന്നുമില്ല, എന്നാൽ ആ ചെറുപ്പം മുതലേ അറിയും, വിശ്വാസത്തോടെ തമ്മിൽ നല്ല കമ്പനിയാണ്. ഇവനാകട്ടെ സാധനം അടിക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ ഇവൻ എന്നോട് അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ്, അന്ന് ഇതിന് ടച്ചിങ്സ് പപ്പടോടെയൊക്കെയാണ്. ഇപ്പം അതൊന്നും കാണാനില്ല. ചായ ഷാപ്പ് പണ്ട് ആൻ്റണി സർക്കാർ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചാൽ, എന്ത് ഈ ഒറ്റക്ക് ഈ നേരത്ത് എന്താ പരിപാടി ചോദിച്ചേ? മോഹൻലാൽ ചോദിക്കണത് വൈകിട്ട് എന്താ പരിപാടി ചോദിക്കണത്, രാത്രി എന്താ പരിപാടി ചോദിച്ചു. അപ്പോൾ അവൻ പറയടാ, നീ ആരാന്നൊക്കെ എനിക്കറിയോ, ഞങ്ങളിവിടെയൊക്കെ നടക്കണ്ട്, നീ തേങ്ങ ഉടക്കുമ്പോൾ ഞാൻ ഒരു ചിരട്ടെങ്കിലും ഉടക്കണ്ടെന്നൊക്കെ ചോദിച്ച്. എനിക്കത് മനസ്സിലായില്ലല്ലോ. പറയും ഞാൻ ഒരു സാധനത്തിൻ്റെ അടുത്ത് പോകലുണ്ടടാ, അങ്ങോട്ട് പോകാൻ വേണ്ടി ധൈര്യം സംഭരിക്കുകയെന്ന് പറഞ്ഞു. എവിടെ ചോദിച്ചേ, ഇവൻ ഈ വീട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് കണ്ടത് ഇത്ര തള്ളിപ്പോകുന്നു. അൺബിലീവബിൾ. പ്രത്യേകിച്ച് ഇവന്. ഇവനെ പറ്റി പറഞ്ഞുതരാം. ഈ ആസ്മേൻ്റെ അസുഖമുണ്ട് ഇവന്. ഇവിടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കും, ചാരായം കുടിക്കും, ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഈ സിഗരറ്റ് വലിച്ചാൽ പിന്നെ വലിയൊരു ബാഡ് സ്മെല്ലല്ല, എന്നാലും എല്ലാ പെണ്ണുകൾക്കും പറ്റൂല. ബീഡിക്ക് അതിരൂക്ഷ ഗന്ധം. ഇത് ചെയിൻ സ്മോക്കിങ്ങാണ്. ഈ പെണ്ണ് എങ്ങനെയാണ് ഈ പെണ്ണാടി ഇവർ തമ്മിൽ മിങ്കിൾ ചെയ്യണ ഒരു ചാൻസും ഇല്ല. കാരണം എവിടെ വെച്ചാണ് ഇവരിത് കോണ്ടാക്റ്റ് ആയെന്ന് പോലും അതിന് പോലെ ചാൻസ് ഇല്ല. കാരണം ഒപ്പം പഠിച്ചിട്ടില്ല. കാരണം ഇവർ 10 വയസ്സിനെങ്കിലും മൂത്ത. ഇവൾക്കൊരു 22 വയസ്സൊക്കെ ഉണ്ടാവും, 23. പിന്നെ 33 ഉണ്ടാവും. പെണ്ണ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വലിവിൻ്റെ അസുഖമുണ്ട്, ചാരായം കുടിക്കും. എന്താ പറയുക, എല്ലാ ദിവസവും കുളിക്കുന്നില്ല, അത്രയും പോരെ. എങ്ങനെ ഇവളായിട്ട് ഫസ്റ്റ് ടച്ചായി? ഞാനത് ചോദിച്ചിട്ട് ഇവൻ പറയണ്ട, അത് നീ ചോദിക്കരുത് പറയും. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, നീ എൻ്റെ ഒപ്പം വരുമോ ചോദിച്ചേ. അതെന്തിനാ വെച്ചാൽ എനിക്ക് ഉള്ളിൽ കയറാൻ ധൈര്യമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അപ്പം നീ പോകാറുണ്ടെന്ന് പറഞ്ഞ് അതെങ്ങനെ വെച്ച്, എനിക്കൊരാൾ കാവൽ വരലുണ്ട്, അവൻ സൈലൻ്റായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ്. ഒറ്റക്ക് കയറാൻ ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ കാവലിരിക്കണ പണിയൊന്നുമില്ല,
നീ വെറുതെ പറയല്ല, ആ വീട്ടിലൊക്കെ അങ്ങനെ നിനക്ക് ചാൻസ് കിട്ടണ ചേച്ചി, നീ വാ ഞാൻ കാണിച്ചു തരാറ്. എന്നിട്ട് പറഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി, നീ അവിടെ പുറത്ത് ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഞാനവിടെ ഇല്ലെങ്കിൽ ഇവനെ അറിയാൻ പോണില്ല. ഇവനൊരു ധൈര്യം കിട്ടിയാൽ പോലെ. നല്ലത് ചതിയാണല്ലോ. ഞാൻ പറഞ്ഞ് ഞാൻ കാത്തിരിക്കാറ്. അപ്പോൾ ഇവന് എനിക്കൊരു ഓഫർ, ലൈറ്റ് ഓഫ് ചെയ്യില്ല, ജനലൊക്കെ വിടവുണ്ട്, കാണണമെങ്കിൽ കണ്ടോ, നിനക്ക് വിശ്വാസമാകും പറഞ്ഞു. അങ്ങനെ ഇപ്പം മതിൽ ചാടി പോവുകയാണ്. ഞാൻ മതിൽ ചാടിയിട്ടില്ല, എന്നാലും എൻ്റെ ഹൈറ്റിൽ നിന്നാൽ എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. മതിൽ ചാടി ഇവൻ അടുക്കളൻ്റെ അവിടെ ചെന്ന് എന്തോ ഒരു സിഗ്നൽ കൊടുത്ത് അടുക്കള വാതിൽ തുറണം കണ്ട് ഒരു കൈ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കുറച്ചാണ്ട് കാണും അടുക്കളൻ്റെ കണ്ട്, ഒരു കൈ ഇവനെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റണേ കണ്ട്. അപ്പം എനിക്ക് വിശ്വാസമായി. അങ്ങനെ ഞാൻ മതിൽ ജമ്പ് ചെയ്ത്. അപ്പം ഞാൻ പേരൊക്കെ ചുറ്റും ഇങ്ങനെ ഒന്ന് പോയി നോക്കി, വെളിച്ചം കാണുന്ന ജനൽ, എനിക്ക് ഇവളുടെ മുറി അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ജനലിൻ്റെ അടുത്ത് പോയില്ല, കാരണം രംഗമൊക്കെ ഒന്ന് ശാന്തമുണ്ട്. നമുക്കിതിൻ്റെ സിറ്റുവേഷൻ കറക്റ്റ് അറിയാം. ഞാൻ കുറച്ച് വിട്ട് അവിടെ ഒരു പുളിമരമുണ്ട്, അതിൻ്റെ ചോട്ടിൽ പോയിരുന്നു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കുമ്പോഴുണ്ട്, എന്താ പറയുക, ഒരു നൂലില്ല, നാഗങ്ങളെപ്പോലെ പേട്ടിമറിയ. എൻ്റെ അമ്മോ, തുണി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുമില്ല. ഈ പെണ്ണിൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ പറയുക, അതിൻ്റെ കളറ് അതൊക്കെ വർണ്ണിച്ചാലാണ് യൂട്യൂബിന് പ്രശ്നം. ഇത്ര നല്ലൊരു കാര്യം ഇതിൽ കുറച്ചെങ്ങനെ ഞാൻ വർണ്ണിക്കുക. നേരം വെളുക്കാനായി അവനവിടെ നിർന്നപ്പം ക്ഷീണിച്ച അവശനായി. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതിൽ പ്രായം പ്രശ്നമല്ല. അതേപോലെ ഇപ്പം ചാരായം കുടിച്ചിട്ടുണ്ട്, ബീഡി വലിച്ച ബാഡ് സ്മെല്ല്, ഇതൊന്നും കുളിക്കൂല. പക്ഷേ ഇവളത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വർഷങ്ങളായപ്പോൾ അവൾക്ക് കല്യാണം വന്ന് അവരുടെയൊക്കെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് കെട്ടി കുറച്ച് അകലെ നിന്ന്. ഇവള് നവവധുവായിട്ട് നാണിച്ച് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി ആ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായി. ഈ കള്ള പരിപാടിക്ക് ഞാൻ സാക്ഷിയാണ്, കല്യാണത്തിന് സാക്ഷിയാണ്. എന്തെങ്കിലും നാട്ടിൽ സംഭവിച്ചാൽ ഒന്നുമില്ല, അവളൊക്കെ സുഖമായിട്ട് ജീവിക്കണം. ഞാൻ ഇന്നാളും കൂടി കണ്ട്, എന്ത് കുഴപ്പം, അവൻ മരിച്ചു പോയിട്ടാ, അവനിപ്പില്ല. ഇത്ര ഉള്ളു മനുഷ്യൻ്റെ കാര്യം. സെക്സ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു സംഭവമാണ്. ഇവിടെ ഉള്ളവർ പറഞ്ഞ എന്താ, അശ്ലീലം, വൃത്തികേട്. എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം. നമസ്കാരം.